ഹായ് ഗായ്സ്, കഥയുടെ നെക്സ്റ്റ് പാർട്ടാണിത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കഴിഞ്ഞ ഭാഗം കാണാത്തവരാണെങ്കിൽ അത് പോയി കണ്ടിട്ട് വരുന്നതാവും നല്ലത്. അപ്പോൾ നമുക്ക് കഥ തുടങ്ങിയാലോ. മിനിഞ്ഞാന്ന് അവിടെ വലിയ പ്രശ്നം നടന്നു. സച്ചു മെല്ലെ പറഞ്ഞതും അന്വി അവനെ മുഖം ഉയർത്തി നോക്കി. ഞാനവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അത്ര വലിയ പ്രശ്നമാവാതെ കാര്യങ്ങൾ ഒതുക്കി. എന്തിനാ വഴക്കിട്ടത്? അന്വി അവൻ്റെ കണ്ണിലേക്ക് നോക്കി നിന്നു. സച്ച് വല്ലാത്തൊരിഷ്ടത്തോടെ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് അവളുടെ കണ്ണിലേക്ക് നോക്കി. എന്നെ നോക്കി നിൽക്കാതെ പറ സച്ചുച്ച. അന്വി അവനെ നിന്നും മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു കല്യാണമാണ് പ്രശ്നം. അവൻ നിന്നെ വേറെ വല്ലവനും കെട്ടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞടി. സച്ചു ഒരു പരിഭവം പോലെ അവളുടെ കൈവിരലിലെ മോതിരത്തിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. ഏട്ടൻ വെറുതെ അങ്ങനെ പറയില്ല. ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തക്ക എന്തെങ്കിലും ഏടാകൂടം സച്ചൂച്ചൻ ഉണ്ടാക്കി കാണും. കൈവിരൽ തഴുകുന്നവൻ്റെ കൈകൾ തട്ടിമാറ്റിക്കൊണ്ടവൾ കുന്തമുന പോയി കോർത്തൊരു നോട്ടം നോക്കി അവനെ. ഞാൻ എന്താ ഏടാകൂടം ഉണ്ടാക്കാൻ? സച്ചു അവളെ നോക്കി ചൊടിച്ചു. ഒന്നും ഉണ്ടാക്കിയില്ലേ? അനു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഒരു ഭീഷണി പോലെ ചോദിച്ചു. അങ്ങനെ ഏടാകൂടം ഒന്നും ഉണ്ടാക്കിയില്ല അനു. യാമിയെ രക്ഷിക്കാനല്ലേ പോയത്. പോയ കാര്യം വെടിപ്പായി ചെയ്യണമല്ലോ. അതുകൊണ്ട് ഇനി ആരും അവളെ ഇങ്ങോട്ട് അന്വേഷിച്ചു വരാത്ത വിധത്തിലാണ് ഞങ്ങൾ അവളെ തിരികെ കൊണ്ടുവന്നത്. അതവന് പറ്റിയില്ല. സച്ചു ഇത്തിരി നിഷ്കളങ്കമായി പറഞ്ഞതും അന്വി അവനെ സംശയത്തോടെ നോക്കി. സത്യം പറ, നിങ്ങളവിടെ ആരെങ്കിലും കൊന്നിട്ടാണോ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അന്വി ചോദിച്ചതും സച്ചു അവളെ നോക്കി കണ്ണു മേയിച്ചു. എടി, അങ്ങനെ കൊന്നിട്ട് വരാനാണോ ഞങ്ങൾ പോയേ? ഒന്ന് മയത്തിലൊക്കെ ഊഹിക്കടി. രണ്ടാളും കൂടെയല്ലേ പോയേ. അപ്പം ഇതൊക്കെ പ്രതീക്ഷിക്കാം. ചുറ്റി വളയ്ക്കാതെ പ്രശ്നം എന്താണെന്ന് പറ. അന്വി അത്രയും ചൊടിയോടെ അവനെ നോക്കിയതും സച്ചു അവളെ നോക്കി മുഖം കൂട്ടി. പറ. അങ്ങനെ പറയാൻ മാത്രം ഒന്നുമില്ല. നിന്റെ ഏട്ടനൊരു കല്യാണം കഴിക്കേണ്ടി വന്നു, അത്ര തന്നെ. കണ്ണ് രണ്ടും ചിമ്മി കുഞ്ഞോളെ നോക്കാതെ തിരിഞ്ഞു നിന്നുകൊണ്ട് സച്ചു പറഞ്ഞതും കേട്ടത് എന്താണെന്ന് വ്യക്തമാവാതെ കുഞ്ഞോളം നെറ്റി ചുളിഞ്ഞു. എന്ത്? യാമയെ നിന്റെ ഏട്ടൻ കെട്ടിയെന്ന് സച്ചു വീണ്ടും പറഞ്ഞതും അന്വി കണ്ണു മേയിച്ചവനെ നോക്കി. അനു, അത്ര വലിയ പ്രശ്നമൊന്നുമല്ലടി. അവളെ അവിടെ നിന്ന് രക്ഷിക്കാൻ വേറെ വഴിയൊന്നും കണ്ടില്ല. ജസ്റ്റ് അവരെ കാണിക്കാൻ ഒരു കല്യാണം. അല്ലാതെ അവൾക്കും അവനും അങ്ങനെയൊന്നുമില്ല. കെട്ടും കഴിഞ്ഞ് കെട്ടിയ അന്ന് തന്നെ അവൻ ആ താലി അഴിച്ചും കളഞ്ഞു. കണ്ണു മേയിച്ചു നോക്കുന്നവളെ നോക്കി സച്ചു ഒരു ധൃതിയിൽ കാര്യങ്ങൾ പറഞ്ഞു. എന്താ? അന്വി പിന്നെയും കാര്യങ്ങൾ വ്യക്തമാവാതെ അവനെ നോക്കി. നീ വാ, ഇരിക്ക്. എല്ലാം ഞാൻ പറഞ്ഞു തരാം. സച്ചു അവളുടെ തോളിലൂടെ ചേർന്ന് പിടിച്ച് പാറക്കെട്ടിലേക്ക് ഇരുത്തിക്കൊണ്ട് പറഞ്ഞു. കേട്ട വാർത്തയുടെ നടുക്കത്തിൽ സച്ചു ചേർന്ന് പിടിച്ചതോ അവനോട് ചേർത്തിരുത്തിയതോ ഒന്നും അവൾ അത്ര കാര്യത്തിലെടുത്തില്ല. സംഭവിച്ചത് വ്യക്തമായി അറിയാനെന്നോണം അവൾ സച്ചുവിനെ സംശയഭാവത്തിൽ നോക്കി. സച്ചുവിൻ്റെ മെസ്സേജ് കണ്ട് തേക്കിൻകാട്ടിലേക്ക് തന്നെയായിരുന്നു ശിവയും നടന്നു വന്നത്. മരങ്ങൾക്കിടയിലൂടെ അലസമായി മുന്നോട്ട് വന്നവൻ്റെ കണ്ണുകൾ ആദ്യം മുടക്കിയത് ആളൊഴിഞ്ഞെടുത്ത് ചെറിയൊരു പേടിയോടെ ചുറ്റുപാടും നോക്കി നിരീക്ഷിച്ചുകൊണ്ട് പാറക്കെട്ടിന് മുകളിൽ ഇരിക്കുന്ന യാമിയിലായിരുന്നു. പേടിച്ചുള്ള ആളുടെ ഇരിപ്പ് കണ്ടതും ശിവ ചുറ്റുപാടും ഒന്ന് എന്തോ തിരഞ്ഞു. കുറച്ചപ്പുറം മാറി നിലത്ത് കിടക്കുന്ന ഒരു കല്ല് കണ്ടതും ശബ്ദമുണ്ടാക്കാതെ ആ കല്ലെടുത്തവൻ യാമി ഇരിക്കുന്നിടത്ത് തൊട്ടടുത്തുള്ള പൊന്തക്കാട്ടിലേക്ക് വലിയ ശബ്ദത്തിൽ എറിഞ്ഞു. പെട്ടെന്ന് കേട്ട ശബ്ദത്തിൽ യാമി ഉറക്കെ കരഞ്ഞുകൊണ്ട് പാറക്കെട്ടിൽ നിന്നും പിടഞ്ഞെണീറ്റ് താഴെ കൂടി. നേരെ മുന്നിൽ ശിവയെ കണ്ടതും ഭയന്ന് വിറച്ച കണ്ണുകളോടെ ചെറിയ കിതപ്പോടെ അവൾ ശിവയെ നോക്കി. ശിവ അവളെ കാണാത്ത ഭാവത്തിൽ അലസമായി നടന്നുകൊണ്ട് യാമി ഇരുന്നിരുന്ന പാറക്കെട്ടിൽ പോയിരുന്നു. ഭയം വിട്ടൊഴിഞ്ഞവളുടെ കണ്ണുകൾ അവൻ തന്നെ മനഃപൂർവ്വം പേടിപ്പിച്ചതാണെന്ന് ഊഹിക്കെ ദേഷ്യത്തോടെ അവനെ നോക്കി. തെണ്ടി. യാമി മെല്ലെ ഞൊടിഞ്ഞുകൊണ്ട് അവനായിരിക്കുന്ന അടുത്തായി തന്നെ പോയിരുന്നു. അങ്ങോട്ട് നീങ്ങിയിരിക്കടി. ശിവ അവളെ കൈമുട്ടുകൊണ്ട് മെല്ലെ ദൂരേക്ക് തള്ളി. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്തിരിക്കും. നീ നിനക്ക് ഇഷ്ടമുള്ളിടത്തിരുന്നോ. എൻ്റെ അടുത്ത് ഇരിക്കേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഞാനാ ആദ്യം ഇരുന്നത്. അതിന് ഈ സ്ഥലം നിൻ്റെ അച്ഛൻ രവീന്ദ്രൻ വഴി നിനക്ക് കിട്ടിയ കുടുംബസ്വത്വമൊന്നും അല്ലല്ലോ, ആണോ? എൻ്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ എൻ്റെ നാവ് കൊണ്ട് ആരെ വേണേലും പറയും. അത് കേൾക്കേണ്ട എന്നുണ്ടെങ്കിൽ എണീറ്റ് പോകാൻ നോക്ക്. ഓ പിന്നെ, വായിൽ തോന്നിയത് പറഞ്ഞാൽ അതൊക്കെ മിണ്ടാതെ കേട്ടിരിക്കാൻ ഞാൻ ഊമയൊന്നുമല്ല. എന്നെ പറഞ്ഞാൽ ഞാൻ തിരിച്ചും പറയും. അപ്പോൾ അത് കേൾക്കേണ്ടി വരും. അല്ല പിന്നെ. യാമി ചൂടിയോടെ അവനെ നോക്കി പറഞ്ഞു. നീ പറയുന്നത് കേട്ടിരിക്കാൻ നീ കൂലി തന്ന് നിർത്തിയതൊന്നും അല്ലല്ലോ എന്നെ. പറയുമ്പോൾ ഒരു കൈയകലത്തിൽ നിന്ന് പറഞ്ഞില്ലെങ്കിൽ പല്ലിൻ്റെ എണ്ണം കുറഞ്ഞു പറഞ്ഞേക്കാം. ഓ, കുറയ്ക്കാനിങ്ങ് വന്നാൽ മതി. കൈയും കെട്ടി നിന്ന് തരുന്നുണ്ട് ഞാൻ.
വായ അടക്കിടി. ഒട്ടും വിട്ടുകൊടുക്കാതെ രണ്ടുപേരും മറുപടി പറയുന്നവളെ കാണെ നുരഞ്ഞു വന്നൊരു ദേഷ്യത്തിൽ മുട്ടുകൈ മടക്കി അവളുടെ മുഖത്തിന് നേരെ കൊണ്ടുപോയവൻ മുരണ്ടതും യാമി ശ്വാസമടക്കി കണ്ണുകൾ ഇറക്കി അടച്ച് നിന്നുപോയി. എന്താടാ അവിടെ? രണ്ടുപേരും തല്ലു തുടങ്ങിയെന്ന് കണ്ട സച്ചു ഒരു നിശ്വാസത്തോടെ അവർക്കടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അത് പിന്നാലെ വന്ന കുഞ്ഞോളാവട്ടെ തൻ്റെ ഏട്ടനെയും യാമിയെയും ഇനിയും വിശ്വാസം വരാതെ നോക്കി. നിനക്ക് സംസാരിക്കേണ്ടത് ഇവളോടല്ലേ, പിന്നെ എന്തിനാടാ ഈ പിശാചിനെ കൂടെ കൂട്ടിയേ? ഞാനേട്ടാ യാമിയെ കൂടെ വിളിച്ചത്. നിനക്ക് ഇങ്ങോട്ട് തനിച്ചും വരാനറിയില്ലേ? അതിനമ്മ സമ്മതിക്കില്ലല്ലോ. യാമിയോട് കാണിക്കുന്ന ദേഷ്യം കാണി കുഞ്ഞോള് ഏട്ടനെ ഒന്ന് ഇഷ്ടക്കേടോടെ നോക്കി. ഒന്നുമില്ലേലും താലി കെട്ടിയ പെണ്ണല്ലേ, അവളുടെ മനസ്സ് ചോദിച്ചു. എൻ്റെ മനസ്സാകെ വല്ലാത്തൊരു പേടിയിലാണേട്ടാ. ഏട്ടനും യാമിയും വിവാഹം കഴിച്ചു എന്ന് അച്ഛനും അമ്മയും ഒക്കെ അറിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ പ്രതികരണം? വീട്ടിൽ വലിയ പ്രശ്നം തന്നെ നടക്കും. വിവാഹത്തിന് കാരണം സച്ചൂച്ചനാണെന്ന് കൂടെ അറിഞ്ഞാൽ അച്ഛൻ പിന്നെ എന്തൊക്കെയാ ചെയ്യുമെന്നൊരു പിടിയുമില്ല. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇതൊന്നും വേറെ ആരും അറിയണ്ട, ഇതുപോലെ അങ്ങ് പോകട്ടെ. കുഴപ്പമൊന്നും ഉണ്ടാവില്ലടി, പേടിക്കണ്ട, സച്ചു അവളെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞു. വീടെത്തുവോളും സച്ചു കുഞ്ഞോൾക്കൊപ്പം തന്നെയാണ് നടന്നത്. വീട്ടിലേക്കു കയറാനുള്ള വഴി എത്തിയതും അവൾ സച്ചുവിനെ ഒന്ന് മുഖമുയർത്തി നോക്കി. ഒരു പ്രശ്നവും ഉണ്ടാകില്ല, ഉറപ്പ്. സച്ചു കുഞ്ഞോളുടെ കൈ പിടിച്ചൊരു സത്യം പോലെ പറഞ്ഞു. എന്തുറപ്പ്? ഒന്ന് പോടാ, പ്രശ്നമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാവാതിരിക്കണേ അച്ഛൻ കാര്യം അറിയുന്നതിന് മുമ്പേ ഡിവോഴ്സ് പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടണം. അല്ലാതെ ഈ വെടക്കിനെ എങ്ങാനും ഞാൻ കെട്ടിയെന്നും പറഞ്ഞ് എൻ്റെ നെഞ്ചത്തോട്ട് ചേർത്താൻ അവസരമുണ്ടാക്കിയ പരമശിവനാണെ നേരെ എൻ്റെ വിധം മാറും. പറഞ്ഞേക്കാം. കുഞ്ഞോൾക്ക് സച്ചു കൊടുക്കുന്ന ഉറപ്പ് കാണെ മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് ശിവ അവർക്കരികിലേക്ക് വന്നു പറഞ്ഞു. ഏട്ടൻ്റെ സംസാരം കേട്ടതും കുഞ്ഞോൾ ആദ്യം നോക്കിയത് അവർക്കൊപ്പം നിൽക്കുന്ന യാമിയാണ്. അത് കാണാൻ യാമി തൻ്റെ വല്ലായ്മ മറച്ചു വെച്ച് മെല്ലെ പുഞ്ചിരിച്ചു. ഓ, ഒന്നും മാറണ്ട, ഡിവോഴ്സല്ലേ, അത് വാങ്ങി തന്നേക്കാം. അല്ലെങ്കിലും നിനക്ക് നല്ലതൊന്നും പറഞ്ഞിട്ടില്ല. സച്ചു ശിവയെ നോക്കി പിറുപിറുത്തു കൊണ്ട് പറഞ്ഞു. അയ്യ, നീ ഇപ്പോൾ കെട്ടിച്ചു തന്നത് മദർ തെരേസയുടെ കൊച്ചുമോളെയല്ലേ, അത്രയ്ക്ക് നല്ലതാവാൻ. പോടാ, പോയി പറഞ്ഞ പണി ചെയ്, കെട്ടിച്ചവൻ തന്നെ കെട്ടഴിക്കണം. സച്ചുൻ്റെ പിറുപിറുക്കൽ കാണെ ശിവ അവനെ നോക്കി മുരണ്ടു. ഏട്ടനൊന്നും മിണ്ടാതെ നിന്നെ. ഇങ്ങനെയൊക്കെ പറയാൻ യാമി ഏട്ടൻ എന്ത് ചെയ്തിട്ടാ? അവൾക്കും ഈ വിവാഹത്തിന് ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ലല്ലോ, സാഹചര്യം അതായിട്ടല്ലേ. അവർക്കിടയിൽ വല്ലായ്മയോടെ നിൽക്കുന്ന യാമിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കുഞ്ഞോൾ ശിവയെ നോക്കി സ്വല്പം ദേഷ്യത്തിൽ പറഞ്ഞു. ഓ, അപ്പം നീയും ആ സൈഡാണല്ലേ? ശിവ കുഞ്ഞോളെ നോക്കി ചൊടിയോടെ ചോദിച്ചു. ഞാനൊരു സൈഡും അല്ല. ഇങ്ങോട്ട് ദ്രോഹം ചെയ്യാതെ വെറുതെ ഇങ്ങനെയൊന്നും സംസാരിക്കുന്നത് ശരിയല്ല എന്ന് കരുതി പറഞ്ഞതാ. പിന്നെ ഞാനൊരു പെണ്ണാണ്. ഇഷ്ടത്തോടെ ആണെങ്കിലും അല്ലെങ്കിലും കഴുത്തിൽ വീണ താലിക്ക് ജീവിതത്തിൽ എത്രത്തോളം സ്ഥാനമുണ്ടെന്ന് നന്നായി അറിയാം. ശിവയെ നോക്കിയാണ് അത് മുഴുവൻ പറഞ്ഞെങ്കിലും അവസാനം എത്തിയപ്പോൾ അവളുടെ നിറഞ്ഞ കണ്ണുകൾ തൊട്ടടുത്ത് നിൽക്കുന്ന സച്ചുനെ ഒന്ന് നോക്കി. ആ പറഞ്ഞ വാക്കുകൾ ഒട്ടും ഇഷ്ടമില്ലാതെ ഇരുണ്ടുപോയ മുഖത്തോടെ നിൽക്കുകയാണവൻ. എൻ്റെ കുഞ്ഞോളെ, ഇത് അതുപോലെയൊന്നും അല്ലടി. ഞാൻ ഇവളെ ചൊറിയുന്നതേ നീയൊക്കെ കാണുന്നുള്ളൂ. ദേ, ഇവളുടെ കയ്യിലിരിപ്പുണ്ടല്ലോ, അതെനിക്ക് മാത്രമേ അറിയൂ. നീ കരുതും പോലെയൊന്നും അല്ല, നല്ല അസലി ചൊറിയൻ പുഴുവാണ്. കുഞ്ഞോളെ കണ്ണു നിറഞ്ഞതും സച്ചുൻ്റെ മുഖം ഇരുണ്ടതും കാണെ ശിവ യാമിയെ കുഞ്ഞോളുടെ അടുത്ത് നിന്ന് വലിച്ചു മാറ്റി കുഞ്ഞോളെ കൈയെടുത്ത് അവൻ്റെ തോളിലൂടെ ഇട്ടുകൊണ്ട് പറഞ്ഞു. കുഞ്ഞോളെ ഏട്ടനെ ഒന്ന് നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഒരു വകയ്ക്കും ഒന്ന് സന്തോഷിക്കാൻ സമ്മതിക്കരുത്. സച്ചു ശിവയെ കടുപ്പിച്ച് നോക്കിക്കൊണ്ട് മെല്ലെ പറഞ്ഞു. നീ ഇത്രയ്ക്ക് സന്തോഷിച്ചാൽ മതി. അല്ല പിന്നെ സ്വന്തം പെങ്ങളെ പ്രേമിക്കാൻ കാലം നിൽക്കുന്നതും പോരാ, നിന്നെ ഞാനിനി സന്തോഷിപ്പിക്കാം. പോയി വീട്ടിൽ കയറടാ. കുഞ്ഞോളും യാമയും വീട്ടിലേക്ക് നടന്നതിന് പിന്നാലെ വീട്ടിലേക്കുള്ള വഴി തിരിഞ്ഞുകൊണ്ട് ശിവ പറഞ്ഞതും സച്ചു മോന്തയും വീർപ്പിച്ച് നേരെ നടന്നു. അടുക്കള വഴി അകത്തേക്ക് കയറാൻ നിൽക്കെ യാമി മെല്ലെ ഒന്ന് തിരിഞ്ഞു നോക്കി. എന്താടി? ശിവ അവളെ നോക്കി ശബ്ദമില്ലാതെ ദേഷ്യത്തോടെ ചോദിച്ചു. കുന്തം. യാമിയും അവനെ നോക്കി ചുണ്ടനക്കിയതും ശിവ നിനക്ക് ഞാൻ തരാടി എന്നൊരു ഭാവത്തിൽ അല്പം വേഗത്തിൽ അവളുടെ അടുത്തേക്ക് വന്നു. യാമി ഒരൊറ്റ കുതിപ്പിന് അടുക്കളയിലേക്ക് കയറി. അവനെവിടെ? അകത്തേക്ക് കയറിയതേ സുഭദ്രാമ്മ കുഞ്ഞോളെ നോക്കി ചോദിച്ചു. വരുന്നുണ്ട്. കുഞ്ഞോൾ അമ്മയെ നോക്കി പറഞ്ഞുകൊണ്ട് മെല്ലെ അവളുടെ റൂമിലേക്ക് നടന്നു. അമ്മ. അതേ നിമിഷം ശിവയെ പേടിച്ച് അടുക്കളയിലേക്ക് ഓടി കയറിയവൾ അവിടെ നിൽക്കുന്ന സരസ്വതിയമ്മയെ കാണി അത്രയും സന്തോഷത്തോടെ അവരെ ചെന്ന് കെട്ടിപ്പിടിച്ചു. ആരുടെ അമ്മ? ശിവ അവൾക്ക് പിന്നാലെ വന്ന് ചെറിയൊരു പുച്ഛത്തോടെ ചോദിച്ചു. ഈ രുദ്രൻ കുഞ്ഞിന് എന്താ?
അമ്മ എന്ന് വിളിക്കാൻ ഒന്ന് പ്രസവിക്കണമെന്നൊന്നും ഇല്ല. എൻ്റെ മോള് തന്നെ അവള്. ശിവയുടെ ചോദ്യത്തിന് സരസ്വതി അമ്മയാണ് മറുപടി കൊടുത്തത്. എൻ്റെ സരസു, മക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലത് നോക്കിയെടുക്കണം. അല്ലാതെ ഈ മാമിയെ പോലുള്ളതിനൊക്കെ മകളാക്കാൻ നിന്ന വയസ്സാം കാലത്ത് കഷ്ടപ്പെടേണ്ടി വരും. ഇനിയിപ്പോൾ നോക്കിയിട്ട് നല്ലതൊന്നും കിട്ടാത്തതുകൊണ്ടാണെങ്കിൽ എന്നെ അങ്ങ് മോനാക്കാന്നേ. പൊന്നു പോലെ നോക്കൂ ഞാൻ. അല്ലേ അമ്മേ? ശിവ അമ്മയുടെ കവളിൽ ഒന്ന് നുള്ളിക്കൊണ്ട് സരസ്വതി അമ്മയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ഓ, അച്ഛനെ അമ്മയും നോക്കുന്നത് ഞാൻ കൊല്ലങ്ങളായി കാണുന്നതാ. വയസ്സാം കാലത്ത് എനിക്ക് ഇത്തിരി സമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വേണ്ടാത്തതൊന്നും തലയിൽ വെച്ച സമാധാനം കളയാൻ വയ്യ. സരസ്വതി അമ്മ തെല്ലൊരു ഗമയോടെ പറഞ്ഞതും യാമി ശിവയെ നോക്കി ചിരി അടക്കി നിന്നു. നിങ്ങൾ രണ്ടാളും ഈ നേരത്ത് പോരിഞ്ഞ് നിൽക്കാതെ ശിവ അകത്തേക്ക് ചെല്ല്. അച്ഛന് നിന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്താ കാര്യം? ശിവ അലസമായി അവിടെ തന്നെ നിന്നുകൊണ്ട് ചോദിച്ചു. അമ്മയ്ക്ക് അറിയില്ല ശിവ, ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞില്ല. സുഭദ്രാമ്മ അവനെ ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞതും ശിവ അമ്മയെ നോക്കിയൊന്ന് നിശ്വസിച്ചു. ഉപദേശിച്ച് നന്നാക്കാനാണെങ്കിൽ ഞാൻ പോണില്ല. അച്ഛനോട് എൻ്റെ ഫോണിലേക്ക് ഒരു വോയിസ് മെസ്സേജ് അയക്കാൻ പറ. ഞാൻ ഒഴിവ് പോലെ ഇരുന്ന് കേട്ടോളാം. സരസ്വതി അമ്മയുടെ നരച്ചു തുടങ്ങിയ തലമുടിയിൽ മെല്ലെ നുള്ളി വലിച്ചു കൊണ്ടവൻ പറഞ്ഞു. അരികെ നിന്നിരുന്ന യാമയുടെ ചുണ്ടിൽ അത്ര നേരം അവനെ കളിയാക്കിയുള്ളൊരു ചിരിയാണ് തെളിഞ്ഞു നിന്നതെങ്കിൽ ഇപ്പോഴുള്ള അവൻ്റെ സംസാരത്തിലെ താല്പര്യമില്ലായ്മയും എത്ര അവഗണിച്ചിട്ടും പിന്നെയും സരസ്വതി അമ്മയോട് ഒട്ടി നിൽക്കുന്നവനെ കാണെ മനസ്സെന്തോ അവനെ ഇഷ്ടത്തോടെ നോക്കി നിന്നു പോകുന്നു. അതൊന്നും അല്ല ശിവ, നീ ചെന്ന് എന്താണെന്ന് ചോദിച്ചിട്ട് വാ. വെറുതെ ഒരു വഴക്കിന് നിൽക്കല്ലേ, അമ്മയുടെ മോനല്ലേ. സുഭദ്രാമ്മ അവൻ്റെ താടിത്തുമ്പിൽ പിടിച്ചു കൊഞ്ചിച്ചു കൊണ്ട് പറഞ്ഞതും ശിവ അമ്മയെ കനപ്പിച്ചൊന്ന് നോക്കി. സോപ്പിടണ്ട, ഉടക്കാണെങ്കിൽ ഞാനും ഉടക്ക. അമ്മയുടെ കൈ മെല്ലെ പിടിച്ചു മാറ്റിക്കൊണ്ടവൻ അകത്തേക്ക് നടന്നതും അവനെ മാത്രം നോക്കി നിൽക്കുന്ന യാമിയെ കാണെ മറ്റാരും കാണാത്ത വിധം അവളുടെ ഇടുപ്പിൽ നല്ലൊരു നുള്ളു കൊടുത്തു. ഒട്ടും പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് തന്നെ യാമി വേദനയിൽ പിടഞ്ഞുപോയി. എന്തു പറ്റി? മുന്നിൽ നടന്ന സുഭദ്രാമ്മ യാമിയുടെ കരച്ചിൽ കേൾക്കെ തിരിഞ്ഞു നോക്കി നിന്നുകൊണ്ട് ചോദിച്ചു. അതൊരു പാറിയതാണമ്മേ. അമ്മ വാ, നമുക്ക് അച്ഛനെ കാണാം. ശിവയാമയെ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞുകൊണ്ട് അമ്മയെ കൂട്ടി മുന്നോട്ട് തന്നെ നടന്നു. ആ കുരുത്തം കെട്ടവൻ ഇടുപ്പിൽ നുള്ളിയല്ലേ? സരസ്വതിയമ്മ യാമയുടെ അടുത്തേക്ക് വന്ന് അവളുടെ ഇടുപ്പിൽ മെല്ലെ ഒന്ന് ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് ചോദിച്ചതും അതെങ്ങനെ സരസ്വതിയമ്മ കണ്ടെന്നൊരു ഞെട്ടിലോടെ യാമ അവരെ നോക്കി. നോക്കണ്ട, എനിക്കും കിട്ടാറുണ്ട്. അകത്തേക്ക് പോയ ശിവയെ ഇഷ്ടക്കേടോടെ നോക്കിക്കൊണ്ട് സരസ്വതിയമ്മ പറഞ്ഞതും യാമി മറുപടിയില്ലാതെ സരസ്വതിയമ്മയെ നോക്കി നിന്നുപോയി. എപ്പോഴും ഒന്നുമില്ല, പക്ഷെ ചില നേരത്ത് അവൻ്റെ കൈക്കൊരു തരിപ്പ. അപ്പോഴായി നുള്ള്. സാരല്ല, പോട്ടെ. തൊലിനിറം മാറിയിട്ടുണ്ടെങ്കിൽ ഐസ് വെച്ചാൽ മതി. അച്ഛൻ്റെ അടുത്തേക്കല്ലേ പോയത്? ഒച്ചയും ബഹളവും ഒന്നും കേൾക്കാനില്ലല്ലോ. സുഭദ്രാമ്മയ്ക്കൊപ്പം ശിവ പോയിട്ടും അച്ഛനും മകനും തമ്മിലുള്ള സംസാരത്തിൻ്റെ പതിവ് ബഹങ്ങളൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന സംശയത്തോടെ സരസ്വതി അമ്മ യാമിലിൻ്റെ അടുത്ത് നിന്നും മെല്ലെ അഹലയിലേക്ക് എത്തി നോക്കി. ഹാളിൽ സ്റ്റെയർകേസിൻ്റെ പടിയിൽ ചാഞ്ഞ് അച്ഛനെ കാത്തു നിൽക്കുകയാണ് ശിവ. റൂമിലേക്ക് പോയ അമ്മയെ ഇടയ്ക്ക് എത്തി നോക്കുന്നുമുണ്ട്. ദേ, ഇന്നും അവനോട് വഴക്കിടാനാ ഭാവമെങ്കിൽ ഞാനത് സമ്മതിക്കില്ല കേട്ടോ. റൂമിൽ നിന്നും ഹാളിലേക്ക് വരുന്ന രാജശേഖരൻ്റെ പിന്നിലായി വന്ന സുഭദ്രാമ്മ മെല്ലെ പറഞ്ഞു. ഭാര്യ പറഞ്ഞത് കേട്ടെങ്കിലും രാജശേഖരൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ആ വെള്ളമുണ്ടും ബനിയനുമാണ് അയാളുടെ വേഷം. നിന്നെ ഒന്ന് കാണണമെങ്കിൽ മുൻകൂട്ടി പറഞ്ഞു വെക്കണല്ലോടാ. അച്ഛനെ കണ്ടതും മടക്കി കുത്തഴിച്ച് നെഞ്ചിൽ കൈ പിണച്ച് ബഹുമാനത്തോടെ നിൽക്കുന്നവനെ നോക്കി രാജശേഖരൻ ചോദിച്ചു. ശിവ അരികെ നിൽക്കുന്ന അമ്മയൊന്ന് നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അവൻ ഫുള്ള് തിരക്കല്ലേ അച്ഛാ, നമ്മുടെ കൂടെ നിൽക്കാനും മിണ്ടാനൊക്കെ എവിടെ നേരം. അച്ഛനൊപ്പം തന്നെ അനിയും റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന് ശിവയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ശിവ ഏട്ടനെ നോക്കി വിനയകൂലീനനായി നിന്നു. ഞാനെന്താ കാണണമെന്ന് പറഞ്ഞതെന്നറിയോ നിനക്ക്? രാജശേഖരൻ ശിവയെ നോക്കി ചോദിച്ചതും കുഞ്ഞോളും തനുവും കൂടെ റൂമിൽ നിന്ന് ഹാളിലേക്ക് വന്നു നിന്നു. രണ്ടുപേരും കൂടെ വരാനുണ്ടല്ലോ എന്നൊരു ഭാഗത്തിൽ ശിവ ചുറ്റുമൊന്നും നോക്കിയതും അബിയും അജുവും കൂടെ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിരുന്നു. കോളം തികഞ്ഞു, ഇനി പറഞ്ഞോ എന്നൊരു ഭാഗത്തിൽ ശിവ അച്ഛനെ നോക്കിയതും അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു രാജശേഖരൻ. കുരുത്തം കെട്ടവൻ. ആ അച്ഛൻ്റെ മനസ്സൊരു ചിരിയോടെ പറഞ്ഞു. അച്ഛാ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ ഈ തീരുമാനം? അബി ഒരു ഉപദേശം പോലെ അച്ഛനെ നോക്കി ചോദിച്ചുകൊണ്ട് അനിയുടെ അരികിൽ വന്നിരുന്നു. അതൊക്കെ ഒരുപാട് ആലോചിച്ചതാ. നീ കുറച്ചു നേരം മിണ്ടാതെ നിന്നേ അബി. അനി അവനെ നോക്കി അച്ഛൻ സംസാരിക്കുന്നതിൽ ഇടങ്കോലിയിടല്ലേ എന്ന് വിലക്കി. ടൗണിലെ നമ്മുടെ പുതിയ കമ്പനിയുടെ കാര്യങ്ങൾ നിന്നെ ഏൽപ്പിക്കാനാണ് തീരുമാനം. രാജശേഖരൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞതും അനിക്കൊപ്പം സുഭദ്രാമ്മയുടെയും കുഞ്ഞോളുടെയും മുഖം തെളിഞ്ഞു.
എന്നാൽ പിന്നെ ആ കമ്പനി എപ്പോൾ പൂട്ടിയെന്ന് ചോദിച്ചാൽ മതി. താനും മറ്റാരും കേൾക്കാത്ത വിധം സ്വയം പറഞ്ഞു. സരസ്വതി അമ്മയുടെ കൂടെ കിച്ചണിൽ നിന്ന് ഹാളിലെ കുടുംബ ചർച്ച നോക്കി നിന്ന യാമയുടെ കണ്ണുകൾ അച്ഛൻ പറഞ്ഞതിലൊന്നും യാതൊരു ആകാംക്ഷയുമില്ലാതെ അലസമായി മറ്റെങ്ങും നോക്കി നിൽക്കുന്നവനിലാണ്. അവളുടെ മിഴികൾക്ക് അവൻ പലപ്പോഴും അത്ഭുതമാകുന്നു. മിഴികൾ മാറ്റാൻ കഴിയാത്ത വിധം അവനിൽ തറഞ്ഞു പോകുന്നത് അവൾ പോലും തിരിച്ചറിയുന്നില്ല. 3-4 ദിവസം കൂടിയല്ലേ കാവ്യയുടെ വിവാഹത്തിന്. അത് കഴിഞ്ഞ അടുത്ത ആഴ്ചയാ കമ്പനിയുടെ ഉദ്ഘാടനം തീരുമാനിച്ചത്. നാളെയോ മറ്റോ ഒഴിവുള്ളപ്പോൾ അന്ന് അവിടം പോയി നോക്ക്. എന്നിട്ട് ഇന്റീരിയറിലോ മറ്റോ എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ അവിടെ നാരായണൻ ഉണ്ടാവും. പറഞ്ഞാൽ മതി, ചെയ്തോളൂ. ശിവയെ നോക്കി അത്രയും കാര്യമായി രാജശേഖരൻ പറഞ്ഞതും അവിടെ എല്ലാവരുടെയും മുഖത്തും സന്തോഷം തെളിഞ്ഞു. നീ എന്താ ഒന്നും പറയാത്തത്? ഒന്നും മിണ്ടാതെ മറ്റെങ്ങോ നോക്കി നിൽക്കുന്ന ശിവയെ കാണെ രാജശേഖരൻ അവനെ നോക്കി സംശയത്തോടെ ചോദിച്ചു. അച്ഛാ, എനിക്ക് പറ്റില്ല. അതൊക്കെ ഏട്ടനും അഭിയും തന്നെ നോക്കിക്കോളും, ഞാനില്ല. ശിവ അച്ഛൻ്റെ മുഖത്ത് നോക്കാതെ മെല്ലെ പറഞ്ഞു. ശിവ ഡാ. ആനി ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് ശിവയുടെ അടുത്തേക്ക് വന്നു. നിനക്കെന്താ പറ്റായി? അല്ല, നിന്റെ പ്ലാൻ എന്തായിരുന്നു? ആ വേലയും കൂലിയും ഇല്ലാത്തവൻ്റെ കൂടെ ഇങ്ങനെ വീട്ടുകാരെ പറയിപ്പിച്ചു നടക്കാമെന്നാണോ? ശിവയുടെ തീരുമാനത്തിൽ ആനി ഒരു പകപ്പോടെയാണ് എഴുന്നേറ്റതെങ്കിൽ അഭി ദേഷ്യത്തോടെയാണ് അവൻ്റെ നേർക്ക് ചെന്നത്. അവന് വേലയും കൂലിയും ഉണ്ടോ ഇല്ലയോ അത് നീ നോക്കേണ്ട കാര്യമില്ലടാ. പിന്നെ നിന്റെ ചിലവിനൊന്നും അല്ലല്ലോ അവനും അവൻ്റെ വീട്ടുകാരും കഴിയുന്നത്. അപ്പോൾ ഇവിടെ സംസാരിക്കുമ്പോൾ അവനെ വെറുതെ വലിച്ചിഴക്കരുത്. സംസാരം ഞാനും നിങ്ങളും തമ്മിലാ, നമ്മൾ തമ്മിലേ ആകാവൂ. ഇനി ഞാൻ നിന്നോടിത് നേരെ നിന്ന് പറഞ്ഞു തരില്ല. പറഞ്ഞേക്കാം. അഭി ദേഷ്യത്തോടെ മുന്നിലേക്ക് വന്നതും ശിവയുടെ ശബ്ദം മറ്റാരേക്കാളും ശബ്ദത്തിൽ അവിടെ മുഴങ്ങി. കുഞ്ഞോളൊരു പേടിയോടെ അച്ഛനെ നോക്കി. ഒന്നും മിണ്ടാതെ ശിവയെ ഉറ്റുനോക്കുകയാണ് രാജശേഖരൻ. കുടുംബം 4 വഴിക്കാകാനല്ലാതെ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഉത്തരവാദിത്തങ്ങളൊന്നും തലയിലേറ്റാനും അവന് കഴിയില്ലെന്ന് അറിഞ്ഞിട്ടും നിങ്ങളാരും എന്തിനാ ഇങ്ങനെ വേണ്ടാത്ത തീരുമാനങ്ങൾ എടുക്കുന്നത്? അച്ഛൻ്റെ മുൻപിൽ ആയതുകൊണ്ട് തന്നെ താനു അല്പം ശബ്ദം കുറച്ച് എന്ന എല്ലാവരും കേൾക്കും വിധം പറഞ്ഞു. താനു, നിന്റെ അഭിപ്രായം ഇപ്പോൾ ഇവിടെ ആരും ചോദിച്ചില്ല, മിണ്ടാതെ മാറി നിൽക്ക്. ആനി ഒരു കൽപ്പന പോലെ പറഞ്ഞതും താനു അവനെ നോക്കി മുഖം വീർപ്പിച്ചുകൊണ്ട് പിന്നോട്ട് മാറി നിന്നു. തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, ഈ ചെക്കൻ നന്നാവില്ല. അല്ലെങ്കിൽ ഇതുപോലൊരു അച്ഛനെയും സഹോദരങ്ങളെയും എവിടെ നിന്ന് കിട്ടും? തടി അനങ്ങാതെ വയറ് നിറയുന്നതിൻ്റെ ചെറുക്ക ഈ കാണിക്കുന്നത്. സരസ്വതി അമ്മ അടുക്കളയിൽ നിന്ന് പിറുപിറുത്തു. യാമയുടെ കണ്ണുകൾ ദേഷ്യമാളുന്ന ശിവയുടെ മുഖത്തും അവനെ നോക്കി ഒരക്ഷരം മിണ്ടാതെ നിൽക്കുന്ന രാജശേഖരനെയുമാണ് നോക്കുന്നത്. ശിവ, അച്ഛൻ പറഞ്ഞതല്ലേ മോനെ, എത്ര കാലമാ നീ ഇങ്ങനെ? ദേഷ്യത്തോടെ നിൽക്കുന്ന ശിവയെ തനിക്ക് നേരെ തിരിച്ചുകൊണ്ട് സുഭദ്രാമ്മ സ്നേഹത്തോടെ പറഞ്ഞു. എനിക്ക് താല്പര്യമില്ല അമ്മേ. കമ്പനിയും കാര്യങ്ങളും ഒക്കെ ഇതുവരെ നോക്കിയവർ തന്നെ അങ്ങ് നോക്കിയാൽ മതി, എന്നെ വിട്ടേക്ക്. ശിവ അമ്മയെ നോക്കാതെ മറ്റെങ്ങും നോക്കി അലക്ഷ്യമായി പറഞ്ഞു. ശരി, ആ കമ്പനി വേണ്ടെങ്കിൽ വേണ്ട. നിനക്കെന്താ താല്പര്യം എന്ന് പറ, അത് നോക്കാം. രാജശേഖരൻ മെല്ലെ ഇരുന്നിടത്തു നിന്ന് എണീറ്റ് കൊണ്ട് ചോദിച്ചു. ഒന്നും വേണ്ട, ശിവ അച്ഛനെ നോക്കാതെ പറഞ്ഞു. പിന്നെന്താ ശിവ നിന്റെ പ്ലാൻ? അജു സ്വല്പം വിനയത്തോടെ ചോദിച്ചു. എൻ്റെ പ്ലാൻ എന്തായാലും നീ നോക്കണ്ട, നീ നിന്റെ പണി നോക്ക്. ശിവ മൂർച്ചയേറിയൊരു നോട്ടത്തോടെ പറഞ്ഞു. ഇതാണ് ഇവൻ്റെ പ്രശ്നം. ഒന്നുമില്ലെങ്കിലും അഹങ്കാരമാണ്. ആദ്യം നിന്റെ ഈ തലക്കനം ഒന്ന് കുറയ്ക്ക്. അജു ഇപ്പോൾ നിന്നോട് മര്യാദയ്ക്കല്ല നിന്റെ പ്ലാൻ എന്താണെന്ന് ചോദിച്ച് അപ്പോൾ അവൻ്റെ നേർക്ക് ചാടുന്നു. എന്തിന്? അഭി ചോദ്യത്തോടെ മുന്നോട്ട് വന്നതും അനി അവനെ ശിവേൻ്റെ മുന്നിലേക്ക് നിൽക്കാൻ അനുവദിക്കാതെ പിന്നോട്ട് നിർത്തി. അവനോട് ഞാൻ ചൂടായെങ്കിൽ അതിനർത്ഥം എൻ്റെ കാര്യം അവൻ നോക്കേണ്ടെന്നാണ്. അത് ഞാൻ പലപ്പോഴും അവനോട് പറഞ്ഞിട്ടുള്ളതാ. പിന്നെയും പിന്നെയും ഇവൻ എന്തിനാ അതിന് വരുന്നത്? ശിവ അഭിയെ നോക്കി കലിയോടെ ചോദിച്ചു. ശരി, അവൻ ചോദിച്ചാലല്ലേ പ്രശ്നം. എനിക്ക് ചോദിക്കാലോ. പറ, എന്താ നിന്റെ പ്ലാൻ? മക്കൾ തമ്മിൽ പരസ്പരം ശബ്ദമുയർത്തി സംസാരിച്ചു തുടങ്ങിയതും രാജശേഖരൻ്റെ ശബ്ദം ഗൗരവത്തോടെ മുഴങ്ങി. ശിവ അച്ഛനെ നോക്കാതെ അവിടെ നിന്നൊന്ന് പോയാൽ മതി എന്നൊരു അസ്വസ്ഥതയിൽ നിന്നു. രുദ്ര, രാജശേഖരൻ്റെ ഗാംഭീര്യമാർന്ന വിളി. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല അച്ഛാ. ശിവ അച്ഛനെ നോക്കി മെല്ലെ മുഖമുയർത്തിക്കൊണ്ട് പറഞ്ഞു. അത് കേൾക്കെ താനും ഒരു പരിഹാസത്തോടെ ചിരിച്ചു. ആ ചിരി എല്ലാവർക്കും കേൾക്കുകയും ചെയ്തു. ശരി, ഇതുവരെ പ്ലാനൊന്നുമില്ല. ഇനി ഉണ്ടാവാലോ. ആലോചിക്ക് എന്ത് വേണമെന്ന്. 3 മാസം, അതിനുള്ളിൽ എനിക്ക് മറുപടി കിട്ടണം. പിന്നെ അറിയാലോ, 3-4 ദിവസം കൂടിയേ കാവ്യയുടെ വിവാഹത്തിനുള്ളൂ. ഇവിടുന്ന് എല്ലാവരും നാളെ കാലത്ത് അങ്ങോട്ട് പോകും. എല്ലാവരൊന്നും പറഞ്ഞ അതിൽ നീയും പെടും. ഞാൻ വൈകിട്ട് എത്തിക്കോളാം. അച്ഛൻ തീരുമാനം പറയും മുന്നേ ശിവ പെട്ടെന്ന് പറഞ്ഞു. വൈകിട്ടെന്ന് പറഞ്ഞാൽ വൈകിട്ടെത്തണം. അവിടുന്ന് അങ്ങോട്ട് മാറരുത്.
അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ഒരു ഉത്തരവ് പോലെ പറഞ്ഞുകൊണ്ട് രാജശേഖരൻ റൂമിലേക്ക് നടന്നു. അച്ഛൻ നിനക്ക് വേണ്ടിയാ ആ കമ്പനി തുടങ്ങിയത് തന്നെ. വന്നൂടടാ നിനക്ക്? അനി ശിവയുടെ അടുത്ത് വന്ന് സ്നേഹത്തോടെ ചോദിച്ചു. എനിക്കെന്താ വേണ്ടതെന്ന് എന്നോട് ചോദിച്ചിട്ട് വേണം തരാൻ. ശിവ ഏട്ടനെ നോക്കി തെല്ലൊരു അഹങ്കാരത്തോടെ പറഞ്ഞതും സുഭദ്രാമ്മ അവൻ്റെ കയ്യിൽ നല്ലൊരു തല്ലു കൊടുത്തു. എന്നിട്ടിപ്പോൾ ചോദിച്ചല്ലോ എന്താ വേണ്ടതെന്ന്, എന്നിട്ടെന്തേ ഒന്നും പറയാഞ്ഞേ? അഭി ചൊടിയോടെ ചോദിച്ചു. എനിക്ക് മനസ്സില്ല, അത് തന്നെ. ശിവ ദേഷ്യത്തോടെ അഭിയുടെ നേർക്ക് പോകാൻ നിന്നതും അനി അവനെ പിടിച്ച് സോഫയിലേക്ക് ഇരുത്തി. അവൻ കാര്യമല്ലേടാ ചോദിച്ച്? അച്ഛൻ നിന്നോട് നല്ലതുപോലെയല്ലേ ചോദിച്ചത്? എന്താ താല്പര്യമെന്ന് പറഞ്ഞൂടായിരുന്നു? അനി അവനെ തിരികെ പിടിച്ചിരുത്തിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് വേണ്ടതൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്കത് മതി. കൂടുതൽ എന്തെങ്കിലും വേണമെന്ന് എന്തെങ്കിലും തോന്നുവാണെങ്കിൽ ഞാൻ ചോദിക്കാം. ശിവ അല്പം ഒന്ന് അയഞ്ഞുകൊണ്ട് പറഞ്ഞു. ഓ, അച്ഛൻ്റേതൊന്നും വേണ്ടെന്ന് പറഞ്ഞ ആളാവാൻ നോക്കുക അല്ലേ? താൻ ചൊടിയോടെ മുന്നോട്ട് വന്നു. ദേ, ഒരു സഹായം. അതിൻ്റെ വായിൽ വല്ല ബണ്ണോ പഴമോ കുത്തിക്കേറ്റ് വെറുതെ എൻ്റെ നെഞ്ചത്തോട്ട് വരാൻ നിൽക്കണ്ടെന്ന് പറ. അടുത്തിരുന്ന് അനിയെ നോക്കി ശിവ തൊഴു കൈയോടെ പറഞ്ഞതും അനി അവനെ നോക്കി ഒരു ചിരിയോടെ മെല്ലെ എഴുന്നേറ്റ് തനുവിനെ ചേർത്ത് പിടിച്ചവരുടെ റൂമിലേക്ക് നടന്നു. തമ്മിൽ നോക്കാതെ ദേഷ്യത്തോടെ ഇരിക്കുന്ന അഭിയെയും ശിവയെയും നോക്കി കുടിലമായൊരു ചിരിയോടെ അച്ചു അവൻ്റെ റൂമിലേക്കും സുഭദ്രാമ്മ രാജശേഖരൻ്റെ അടുത്തേക്കും നടന്നു. കുഞ്ഞോള് രണ്ടേട്ടന്മാരെയും ഒന്ന് നോക്കി അവർക്കിടയിൽ എപ്പോഴും കരടായി നിൽക്കുന്നത് തനിക്കേറെ പ്രിയപ്പെട്ടവനാണെന്നോർക്കെ അവളുടെ മനസ്സ് വല്ലാതെ പിടഞ്ഞു. ഇന്നത്തേത് കഴിഞ്ഞു, ഇങ്ങനെ നോക്കി നിൽക്കണ്ട. അടുത്തത് നിന്റെ നെഞ്ചത്തോട്ടാവും വരിക. റൂമിലേക്ക് ചെല്ല്, ഞാൻ അങ്ങോട്ട് വരാം. ശിവയെയും അഭിയെയും നോക്കി നിൽക്കുന്ന യാമിയുടെ കാതോരം സരസ്വതിയമ്മ അടക്കം പറഞ്ഞു. ആരെ കാവ്യ? യാമി സരസ്വതിയമ്മയെ നോക്കി പതുക്കെ ചോദിച്ചു. ഓ അതോ, അത് സുഭദ്രാമ്മയുടെ ചേട്ടൻ്റെ മോള. 3 ദിവസം കഴിഞ്ഞ് ആ കുട്ടിയുടെ കല്യാണമാ. മുതലാളി പറഞ്ഞത് കേട്ടില്ലേ? ഇവിടെ നിന്ന് എല്ലാവരും നാളെ അങ്ങോട്ട് പോകും. 2 ദിവസം അവിടെയാ. അമ്മയും വരൂ? പിന്നെ വരാതെ, ഞാനും ഉണ്ടാകും. അതിനോട് വേണ്ടിയല്ലേ ഞാൻ ഇന്ന് തന്നെ ഇങ്ങോട്ട് വന്നത്, സരസ്വതിയമ്മ ചിരിയോട് പറഞ്ഞു. ശിവ വരുമോ? രാവിലെ വരില്ല, വൈകിട്ട് വരാമെന്നല്ലേ മുതലാളിയോട് പറഞ്ഞ്. അപ്പോൾ വരാതിരിക്കില്ല. അല്ല, വരാൻ ഇത്തിരി മടി കാണും. കെട്ടാൻ ഉറപ്പിച്ച പെണ്ണല്ലേ. ആര്, ശിവയോ? യാമി ഒരു നടുക്കത്തോടെ സരസ്വതിയമ്മയെ നോക്കി. ഈ പറഞ്ഞ കുട്ടിയില്ലേ കാവ്യ, ആ പെണ്ണും നമ്മുടെ ഈ തലതെറിച്ചവനും തമ്മിലുള്ള വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞതാ കുറേ മുന്നേ. ശരിക്കും കല്യാണം ഇപ്പോൾ ഈ വീട്ടിൽ നടക്കേണ്ടതായിരുന്നു. ആ, പറഞ്ഞിട്ടെന്താ, വിധിയില്ല. അതെന്താ നടക്കാഞ്ഞത്? യാമി അറിയാനുള്ളൊരു തിടുക്കത്തോടെ ചോദിച്ചു. എല്ലാം ഈ കുരുത്തം കെട്ടവൻ കാരണം. ആ കുട്ടിയുടെ മുഖത്ത് നോക്കിയല്ലേ പറഞ്ഞത് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലാന്ന്. അതും വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ നോക്കി നിൽക്കെ. ആ, അതൊന്നും ഇനി പറയാതിരിക്കപ്പോൾ നല്ലത്. അച്ഛനും മോനും തമ്മിൽ ചില്ലറ വഴക്കൊന്നുമല്ല അന്ന് ഉണ്ടായത്. ശിവയാണോ ആ കുട്ടിയെ വേണ്ടെന്ന് പറഞ്ഞത്? യാമി സരസ്വതിയമ്മയെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. ചേടാ, അപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊന്നും നീ കേട്ടില്ല പെണ്ണെ. ആ ഇരിക്കുന്നവൻ തന്നെയാ പറഞ്ഞത് ഇഷ്ടമല്ല കെട്ടാൻ താല്പര്യമില്ല എന്നൊക്കെ. നിശ്ചയം നടന്ന വേദിയിൽ വെച്ച് തന്നെ ആ കല്യാണം മുടങ്ങി. ഇവന് പകരം സുഭദ്രാമ്മയുടെ അനുജത്തി സാവിത്രിയമ്മയുടെ മോൻ ശ്രേയസ്സുമായി കാവ്യ മോളുടെ വിവാഹം അന്ന് തന്നെ നിശ്ചയിച്ചു. അതും മുതലാളി മുന്നിട്ട് നിന്ന് ഉറപ്പിച്ചു. ആ കല്യാണമാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. പറയേണ്ട പോലെ പറഞ്ഞില്ലെങ്കിൽ ഇവൻ കല്യാണത്തിന് വരില്ലെന്ന് മുതലാളിക്ക് നല്ലോണം അറിയാം. അതാ നേരിട്ട് തന്നെ കാര്യം പറഞ്ഞത്. സരസ്വതിയമ്മ തൻ്റെ ജോലിയിലേക്ക് മുഴുകിക്കൊണ്ട് പറഞ്ഞതും യാമി മെല്ലെ അടുക്കളവാതിലേക്ക് വന്ന് നിന്ന് ഹാളിലേക്ക് നോക്കി. അഭിയും ശിവയും ഇപ്പോഴും അതേ ഇരിപ്പാണ്. യാമി നോക്കുന്നത് കണ്ടതും അഭി പെട്ടെന്ന് അവളെ അടുത്തേക്ക് വിളിച്ചു. പെട്ടെന്നായതുകൊണ്ട് തന്നെ യാമി പെട്ടെന്നുള്ള വിളിയിൽ ഒന്ന് പരിഭ്രമിച്ചു പോയി. ഇങ്ങ് വാ. അഭി അവളെ അടുത്തേക്ക് വിളിച്ചതും യാമി നോക്കിയത് അവനടുത്തിരിക്കുന്ന ശിവയെയാണ്. അവിടെ പക്ഷേ ഫോണും നോക്കി ഞാൻ ഈ നാട്ടുകാരനേ അല്ല എന്ന ഭാവത്തിൽ ഒരു ഇരിപ്പാണ്. അഭി യാമിയെ വിളിച്ചതോ യാമി വരുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അവനൊരു പ്രശ്നമേ ഇല്ല. ഇങ്ങ് വാടോ. താങ്കൾ ദേഷ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണോ അവൾക്ക് അടുത്തേക്ക് വരാൻ മടിയെന്ന് കരുതി അവൻ ചെറിയൊരു ചിരിയോടെ അവൾ അടുത്തേക്ക് വിളിച്ചു. വിളിക്കുന്നത് കേട്ടില്ല മോളെ, അങ്ങോട്ട് ചെല്ല്. അഭിമോനല്ലേ? എന്തോ ജോലിയിലായിരുന്ന സരസ്വതിയമ്മ അവളെ നോക്കി പറഞ്ഞതും യാമി ചെറിയൊരു ചിരിയോടെ അവൻ്റെ അരികിലേക്ക് നടന്നു. താനെന്താടോ ഇങ്ങനെ നോക്കുന്നേ? വാ, നിനക്കൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. അടുത്തേക്ക് വന്ന യാമയുടെ കയ്യിൽ പിടിച്ച് മുകളിലെ നിലയിലേക്കുള്ള പടികൾ കയറിക്കൊണ്ടവൻ ചിരിയോടെ പറഞ്ഞതും യാമയുടെ കണ്ണുകൾ പിന്നെയും നോക്കിയത് സോഫയിലിരിക്കുന്ന ശിവയെയാണ്. അഭി എഴുന്നേറ്റതും ആശ്വാസം എന്നപ്പോൾ സോഫയിലേക്ക് നീണ്ടു നിവർന്നു കിടന്നവനെ കാണെ അവൻ്റെ മനസ്സിൽ താൻ എന്നൊരാൾക്ക് ഒരു കടുക് മണിയോളം സ്ഥാനം പോലും ഇല്ലെന്ന് അവൾക്ക് മനസ്സിലായി.
മനസ്സ് എന്തിനോ വല്ലാതെ നിരാശപ്പെട്ടു പോകുന്നു. അവൻ്റെ ഒരു നോട്ടത്തിന് വേണ്ടി മനസ്സ് കേഴുന്നത് പോലെ. പക്ഷേ എന്തിന്? യാമി സ്വയം ചോദിച്ചു. അറിയില്ല. തൻ്റെ ഹൃദയം ആ ഒരുവനിലേക്ക് അടുക്കുന്നത് എന്തുകൊണ്ടെന്ന് അവൾക്ക് എത്ര ആലോചിച്ചിട്ടും മറുപടി കിട്ടിയില്ല. ഇന്നലെ വാങ്ങിച്ചതായിരുന്നു, തരാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ നാളെ വിവാഹത്തിന് പോവല്ലേ എല്ലാവരും. അപ്പോൾ ആ തിരക്കിൽപ്പെട്ട് മറന്നു പോവും. എന്താ പിടിക്ക്. പുതിയൊരു മൊബൈൽ ഫോൺ യാമിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് ആദി പറഞ്ഞതും യാമി അവനെ ചെറിയൊരു അതിശയത്തോടെ നോക്കി. ഇതെനിക്കാണോ? യാമി അവനെ നോക്കി അതിശയത്തോടെ ചോദിച്ചു. പിന്നല്ലാതെ വേറെ ആർക്കെങ്കിലും ഉള്ളത് നിന്റെ കയ്യിൽ തരൂ ഞാൻ? അവി ചിരിയോടെ ചോദിച്ചു. സിം. യാമി ഒരാവേശത്തോടെ അവനോട് ചോദിച്ചു. സിമ്മൊക്കെ അതിലുണ്ട്, പുതിയ സിമ്മ, എൻ്റെ പേരിൽ തന്നെ വാങ്ങിയത്. അബിയാളുടെ മുഖത്തെ സന്തോഷം നോക്കിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ പഴയ നമ്പർ പറഞ്ഞു തന്നാൽ ഈ സിം അതിലേക്ക് മാറ്റാൻ പറ്റുമോ അബേട്ട? യാമി അത്രയും തിടുക്കത്തോടെ ചോദിച്ചു. അതിപ്പോൾ പഴയ സിം കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റാം, ഇല്ലെങ്കിൽ എനിക്കറിയില്ലടോ. ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ, നമുക്ക് വഴിയുണ്ടാക്കാം. അബി അവളെ നോക്കി ആലോചനയോടെ പറഞ്ഞു. അങ്ങനെയായ വലിയ ഉപകാരമായിരുന്നു. ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫ്രണ്ട് അമേരിക്കയിലുണ്ടെന്ന്. എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളുമൊക്കെ അവളുടെ കയ്യിലാണ്. അഡ്മിഷൻ റെഡിയാക്കാം എന്നവൾ ഉറപ്പ് പറഞ്ഞതാ. എന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ ഒത്തിരി ശ്രമിച്ചു കാണും. കാര്യങ്ങളൊക്കെ എന്തായി എന്നൊരു പിടിയുമില്ല. ഇനിയിപ്പോൾ ഞാൻ നോക്കട്ടെ, ഇൻസ്റ്റാ വഴിയോ മറ്റോ അവളെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന്. യാമി വല്ലാത്തൊരു പ്രതീക്ഷയോടെ അഭിയെ നോക്കി പറഞ്ഞു. അപ്പോൾ US പോകാൻ തന്നെയാണ് യാമിയുടെ പ്ലാൻ അല്ലേ? അബി യാമിയുടെ കണ്ണുകളിലേക്ക് നോക്കി ആർദ്രമായി ചോദിച്ചു. പിന്നല്ലാതെ, ഇവിടെ എനിക്ക് ആരാ ഉള്ളത്? യാമി നനുത്തൊരു ചിരിയോടെ അവനെ നോക്കി ചോദിച്ചു. അവിടെ ആരാ ഉള്ളത്? അഭിമല്ലേ ബാൽക്കണിയിലേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. അവിടെ ആരുമില്ല, ഇവിടെയും ആരുമില്ല. അവിടെയാകുമ്പോൾ പേടിക്കാതെ ജീവിക്കാലോ. യാമി അവനൊപ്പം നടന്നുകൊണ്ട് മെല്ലെ പറഞ്ഞു. ഇവിടെ ഇനി ആരെയും യാമി പേടിക്കണ്ട. അതിന് വേണ്ടതൊക്കെ അച്ഛൻ ആലോചിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ യാമിക്ക് ഇവിടെ എത്ര കാലം വേണമെങ്കിലും നിൽക്കാം. ഇനി ഇവിടെ നിൽക്കാൻ ബന്ധങ്ങളൊന്നും ഇല്ല എന്നതാണ് പ്രശ്നമെങ്കിൽ അത് റെഡിയാക്കാം. അബി ഒരു കള്ളച്ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു. എന്ത് റെഡിയാക്കുന്ന കാര്യമാ നീ പറയുന്നേ? എന്നോട് കൂടെ പറ. അബി പറഞ്ഞു വന്നതും അവർക്കിടയിലേക്ക് അജു കയറി വന്നുകൊണ്ട് ചോദിച്ചു. ഏയ് ഒന്നുമില്ലടാ, ഞങ്ങളിങ്ങനെ ചുമ്മാ ഓരോന്ന്. അല്ല, നീ ഇത് എങ്ങോട്ടാ? എങ്ങോട്ടോ പോകാനായി ഒരുങ്ങി വന്ന അജുവിനെ നോക്കി അബി ചോദിച്ചു. അത് ശരി, അപ്പോൾ അങ്കിൾ നിന്നോടൊന്നും പറഞ്ഞില്ലേ? എന്നെ വിളിച്ച് നിന്നെ കൂട്ടി പുതിയ കമ്പനിയുടെ ഇന്റീരിയറൊക്കെ പോയി നോക്കാൻ പറഞ്ഞു. അതല്ലേ ഒന്ന് കിടക്കാൻ നിന്ന ഞാൻ കെട്ടിയൊരുങ്ങി വന്നത്. മിക്കവാറും നമ്മളെ അങ്ങോട്ട് തട്ടാനാ ആളുടെ പ്ലാൻ. യാമിയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അജു അബിയോട് പറഞ്ഞു. ഇതാ ഈ അച്ഛൻ്റെ കുഴപ്പം. അവൻ എന്ത് പറഞ്ഞാലും അത് കണ്ണടച്ച് സമ്മതിച്ചു കൊടുക്കും. അവന് വേണ്ടിയാണെന്ന് പറഞ്ഞ് ഇത്രയും കഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങളും എത്ര അന്വേഷിച്ചാണ് ചെയ്തത്. എന്നിട്ടിപ്പോൾ അവനത് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ വേണ്ടെങ്കിൽ വേറെ നോക്കാമെന്ന പോലെ നിൽക്കുന്നു. നീ നിൽക്ക്, ഞാൻ അച്ഛനൊന്ന് കണ്ടിട്ട് വരാം. അബി ചെറിയ അരിശത്തോടെ താഴേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. ശിവയുടെ താല്പര്യം ചോദിക്കാതെയാണോ ആ കമ്പനിയുടെ വർക്ക് തുടങ്ങിയത്? അബി താഴേക്ക് പോയതും യാമി അജുവിനോട് സംശയത്തോടെ ചോദിച്ചു. അവൻ്റെ താല്പര്യത്തിന് ബിസിനസ് തുടങ്ങാനാണെങ്കിൽ അങ്കിൾ വല്ല ബാറോ അല്ലെങ്കിൽ കാസിനോവയോ അങ്ങനെ വല്ലതും തുടങ്ങേണ്ടി വരും. അജു ഒരു പരിഹാസ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അബിക്ക് പിന്നാലെ നടന്നു. ആ, ബുദ്ധിയുള്ളവർ എപ്പോഴും പ്രോഫിറ്റ് കൂടുതലുള്ള ഐഡിയാസ് തിരഞ്ഞെടുക്കൂ. ശിവയ്ക്ക് ബുദ്ധിയുണ്ട്. അജു പറഞ്ഞതും ഇഷ്ടമാവാതെ വന്നവൾ ഒരു തമാശയായി വിളിച്ചു പറഞ്ഞതും അജുവളെ സംശയദൃഷ്ടിയാർന്നൊരു ചിരിയോടെ നോക്കി. യാമി സദാ ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കി നിന്നതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. അബിയും അജുവും താഴെ ഹാളിലേക്ക് ചെല്ലുമ്പോഴാണ് കുഞ്ഞോള് ശിവയുടെ കൈയും പിടിച്ച് പടികൾ കയറുന്നത്. അബി കൊടുത്ത ഫോണുമായി റൂമിലേക്ക് കയറാൻ നിൽക്കെ വെറുതെ ഒന്ന് താഴേക്ക് നോക്കിയവൾ കണ്ടു അൻവിയുടെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു വരുന്ന ശിവയെ.